തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ച് വാർത്ത ചെയ്ത മാധ്യമ പ്രവർത്തകന് മർദ്ദനമേറ്റു. BBC ന്യൂസ് പീരുമേട് റിപ്പോർട്ടർ VR വിജയനെയാണ് പഞ്ചായത്ത് ജീവനക്കാരിയുടെ ഭർത്താവ് മർദ്ദിച്ചത്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം 5:30 കൂടിയായിരുന്നു സംഭവം നടന്നത്. വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ നിന്നും വീട്ടിലേക്ക് പോകുവാൻ ട്രിപ്പ് ജീപ്പിൽ കയറിയിരുന്ന മാധ്യമപ്രവർത്തകൻ VR വിജയന് നേരെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ പോപ്സ് എസ്റ്റേറ്റ് ഡ്രൈവറായ ജയകുമാർ എന്നയാൾ ഷർട്ട് വലിച്ചു കീറുകയും നെഞ്ചിൽ കൈകൊണ്ട് കുത്തുകയും ചെയ്തത്. എന്നാ വിഷയം ചേട്ടൻ്റെ വിഷയം എന്നാ? എന്നാ വിഷയം എന്നാ ചേട്ടാ? ഷർട്ട് കയറാൻ എന്നാ വിഷയം എന്നാ? നിന്റെ ഷർട്ട് കയറിയത് എനിക്കൊരു കുഴപ്പമില്ല. എന്നാ വിഷയം ചേട്ടന്? നിനക്കട്ടെ ഞാൻ എന്ത് കാരണത്തിലാണ് ചോദിച്ചപ്പോൾ നീ വീഡിയോ എടുക്കും, വാർത്ത ചെയ്യും അല്ലേടാ എന്ന അസഭ്യത്തോടെ കൂടിയാണ് ഇയാൾ മറുപടി പറഞ്ഞത്. ജയകുമാർ എന്ന വ്യക്തി യാതൊരു പ്രകോപനമല്ല വന്ന് എൻ്റെ ഷർട്ടിനെ കുത്തി പിടിച്ചു, ഷർട്ടെല്ലാം വലിച്ചു കീറി. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു എന്താ കാരണം എന്ന് വെച്ചാൽ നീ വീഡിയോ എടുക്കും ഇല്ല ഫോട്ടോ എടുക്കും ഇല്ല വീഡിയോ എടുക്കും വാർത്ത ചെയ്യുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം കൂട്ടി എന്നെ പറയുകയും ചെയ്തു. ചോദിച്ചു കഴിഞ്ഞ് പിന്നെ എൻ്റെ നെഞ്ചത്തിൽ കുത്തുകയും ചെയ്തു. അടിച്ച് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്ലാസിൻ്റെ ഫ്രെയിമെല്ലാം പൊട്ടി. ആ വീട്ടിലാണ്, കാഴ്ച പോലും ഇല്ല, യാതൊരു പ്രകോപനമില്ലാണ്. പിന്നീട് അന്വേഷിച്ച് പറഞ്ഞത് വാർത്ത ചെയ്തതിനെതിരാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ ഉൾപ്പെട്ടിരുന്നു പഞ്ചായത്തിന് വേണ്ടി, വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് അഴിമതിയിൽ അതിൻ്റെയാണ് ഞാൻ പലരോട് വെച്ചപ്പോൾ അവനിങ്ങനെ പലരോടും പറഞ്ഞു, അയാൾ പലരോടും ഇങ്ങനെ പറഞ്ഞിരുന്നു അവനെ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഇതാണ് സംഭവിച്ചത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് അഴിമതിയെക്കുറിച്ച് മുൻപ് വാർത്ത ചെയ്തിരുന്നു. ഇതിൽ ജയകുമാറിന്റെ ഭാര്യയുടെ പേരിലും നടപടിയുണ്ടായിരുന്നു. ഇതാണ് മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുവാൻ കാരണമായി കരുതുന്നത്. ദേഹ അസ്വസ്ഥതയെ തുടർന്ന് മർദ്ദനമേറ്റ വിജയൻ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ പീരുമേട് താലൂക്ക് പ്രസിഡന്റ് സുനിൽ ജോസഫ് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. വാർത്ത നൽകിയതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചതിൽ കേരള മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ പേരിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. വണ്ടിപ്പെരിയാർ ലേഖകനായ VR വിജയനെ ഇന്നലെ സന്ധ്യയോടുകൂടി ഒരാൾ ആക്രമിക്കുകയുണ്ടായത്. യാത്ര ചെയ്തിരുന്ന വാഹനത്തിൽ നിന്ന് പിടിച്ചു വലിച്ചിറക്കുകയും വസ്ത്രം കീറുകയും ചെയ്തു, ദേഹോദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് കേരള മീഡിയ ജേർണലിസ്റ്റ് അസോസിയേഷൻ്റെ താലൂക്ക് കമ്മിറ്റിയുടെ പേരിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ആക്രമണം തടയുവാൻ ശ്രമിച്ച ജീപ്പ് ഡ്രൈവർക്ക് നേരെയും ഇയാൾ കയ്യോങ്ങുകയും ചെയ്തിട്ടുണ്ട്. ജോലിയുടെ ഭാഗമായി വാർത്ത ചെയ്യുന്നതിൽ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയുമാണെങ്കിൽ ശക്തമായ പ്രതിഷേധം ഏർപ്പെടുത്തുമെന്ന് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ പീരുമേട് താലൂക്ക് പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.